മിസ്റ്റർ രാഹുൽ മാത്യു, ഇപ്പോ കേട്ട കാര്യങ്ങൾ സത്യമല്ലെന്ന് തോന്നുന്നുണ്ടോ? നോ നോ അതെ, ഞാൻ തന്നെയാ റോഹനെ കൊന്നത്. ഇവളെ സ്വന്തമാക്കാൻ എന്റെ മുന്നിൽ തടസ്സമായിട്ടുള്ള എന്തിനേയും ഞാൻ നശിപ്പിക്കും. നീ ഒറ്റൊരുത്തനാണ് ഋഷി ഞാൻ ഇങ്ങനെ ആവാനുള്ള കാരണം. Because you are the one who's stealing all my loved ones. ഞാൻ സ്നേഹിക്കുന്നതിനെയൊക്കെ നീ നിന്റേതാക്കി തീർക്കും. ആദ്യം മാതി, പിന്നെ റോഹൻ. ഞാനെല്ലാം ഓട്ടയെന്ന് വെച്ചു. ഷീസ് മൈൻ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ വാനോളം ആഗ്രഹിക്കുന്നത് അവളെ സ്വന്തമാക്കാൻ മാത്രമാണ്. പക്ഷെ നീ അതും തട്ടിയെടുത്തു. യുവർ ഓണർ, അളകനന്ദ കോളേജിൽ അഡ്മിഷൻ എടുത്തതു മുതൽ സോഷ്യൽ മീഡിയാസിലൂടെ ഈ നിൽക്കുന്ന രാഹുൽ ഭീഷണിപ്പെടുത്തുകയും അളകനന്ദയെ മാനസികമായി തളർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ അടങ്ങുന്ന ചാറ്റ്സ്, കോൾ റെക്കോർഡിംഗ്സ് ഞാൻ കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു. അതുപോലെ ഈ കാരണത്താൽ അളകനന്ദ കഴിഞ്ഞ 4 വർഷമായി സൈക്കാട്രിസ്റ്റ് രഘുനാഥിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇത് അളകനന്ദയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ്. അതുപോലെ തന്നെ രാഹുലിന്റെ ഈ പ്രവർത്തികൾക്കെല്ലാം കൂട്ടുനിന്നത് ഈ നിൽക്കുന്ന ജെയ്സൺ തോമസ് ആണ്. പലതവണ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അളകനന്ദയെ ഉപദ്രവിക്കാൻ ഈ നിൽക്കുന്ന ജെയ്സൺ തോമസ് മുതിർന്നിട്ടുണ്ടായിരുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. കൊലപാതകം ചെയ്ത ആളെ കുറിച്ച് ഇവിടെ തെളിയിച്ചു. എന്നിട്ടും പ്രതിഭാഗം വക്കീൽ നിരപരാധിയായ എന്റെ കക്ഷി ജെയ്സൺ തോമസിന്റെ നേരെ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്. വ്യക്തിവൈരാഗ്യം? ഫോർ വാട്ട്? യുവർ ഓണർ, ഇതിനൊക്കെ കൂട്ടുനിന്നത് ജെയ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞതിന് തെളിവുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ജെയ്സണും അഖിനും തമ്മിലുള്ള കോൾ റെക്കോർഡിംഗ്സ്. രാഹുലിന്റെ ഓർഡർ പ്രകാരമാണ് അഖിനെ ഭീഷണിപ്പെടുത്തി ജെയ്സൺ ഓരോ കാര്യവും നടത്തിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ACP ആൻഡ്രൂ ജെയ്സന്റെ ഗോഡൌണിൽ നിന്നും കണ്ടെത്തിയത് 50 കിലോഗ്രാം കൊക്കെയിൻ ആയിരുന്നു. ഇവർ ഇത് ഉപയോഗിക്കുന്നതായും വിൽക്കുന്നതായുമുള്ള തെളിവുകൾ കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസ് ചിലപ്പോ ഋഷഭ് തോറ്റു കാണും കാഴ്ചക്കാർക്ക് മുന്നിൽ. പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ സത്യം ജയിച്ചു. നീതി കിട്ടേണ്ടവർക്ക് അത് കിട്ടിയേ പറ്റൂ. I am Advocate Rishabh Vasde. With all evidence, without any expectation, the psycho culprit Rahul Matthew is punishable under IPC 300, 302 for murder, 503 for blackmail, and 383 for extortion. I request the court to punish this culprit and grant justice for Rahul Matthew. That's all, my honor. റോഹൻ മാത്യു ഡെത്ത് കേസ് 2018 വാദപ്രതിവാദ വിസ്താരത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാക്ഷിമൊഴി പ്രകാരവും മുൻ പ്രതിയെന്ന് പ്രഖ്യാപിക്കപ്പെട്ട അഖിൻ വാസുദേവ് നിരപരാധിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഈ കൊലപാതകം നടത്തിയ രാഹുൽ മാത്യുവിനെ ജീവപര്യന്തം തടവും 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിയെഴുതുന്നു. അതുപോലെ കൂട്ടുപ്രതിയായി ജെയ്സൺ തോമസിനെ 20 വർഷം തടവിലിടാനും ഇവരുടെ സ്ഥാപനങ്ങൾ നിയമവിരുദ്ധമാണെന്നും അത് അടച്ചിടാനും വിധിയെഴുതുന്നു. കേസ് ക്ലോസ്ഡ്. നീ ജയിച്ചെന്ന് നീ കരുതണ്ട. ഒന്നും അവസാനിച്ചിട്ടില്ല ഋഷി. ഈ കഥയ്ക്ക് ഫുൾ സ്റ്റോപ്പ് അത് ഞാൻ തന്നെ ഇടും. ഋഷി, ജയിലിലിടാൻ പോകുന്ന പ്രതിയെ തല്ലിയ വല്ല കേസും ഉണ്ടോ? എന്റെ വക്കീലെന്ന ഒരു ജാമ്യം ഇപ്പൊ തന്നെ റെഡിയാക്കിക്കോ കേട്ടോ.
ഇന്ന് ഞാൻ ഖേദിക്കുന്നു നിന്നെ പോലത്തെ കീചകരെ സ്വന്തം മോനെ പോലെ കണ്ടതിന്. പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലോടാ. മൂർഖനാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്തത്. എന്തായാലും നിനക്ക് കിട്ടിയത് കുറഞ്ഞു. നീ എന്റെ മക്കളെ ഇഞ്ചിഞ്ചായി കൊന്നു. അത് നോക്കുമ്പോ നിനക്ക് കിട്ടിയത് ഒന്നുമല്ല. പക്ഷേ തിരിച്ച് നീ ചെയ്തതുപോലെ ചെയ്ത നീയും ഞങ്ങളും തമ്മിൽ എന്താടാ വ്യത്യാസം? ഞങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുന്നു. നീതിക്ക് നിരക്കാത്തത് ഞങ്ങൾ ചെയ്യില്ല. ഗുഡ് ബൈ മിസ്റ്റർ രാഹുൽ മാത്യു. മോളെ പപ്പടം എടുത്തു വെച്ചോ? അതൊക്കെ വെച്ച് അമ്മേ അഖീനെ കണ്ടില്ലല്ലോ. ആ രാവിലെ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്ന കണ്ടു. പക്ഷേ തിരിച്ചു വന്നല്ലോ. ആ എന്നാ അവനവന്റെ റൂമിൽ കാണും. ഞാനൊന്ന് പോയി അവനെ വിളിച്ചിട്ട് വരാം. ബാക്കിയുള്ളവരൊക്കെ ഇത് സോഫയിലുണ്ട്. അമ്മ അവരെ വിളിച്ചോ. അഖി അഖി അഖി. എന്താടി? എന്തോന്നടി നീ രാവിലെ തന്നെ വല്ല മരുന്ന് മാറി കഴിച്ചോ? എന്തിനെങ്കിലും ഇടിക്കുന്നേ? ഇങ്ങനത്തൊക്കെ കോലം കൊണ്ട് ആരാ ചിരിക്കാതിരിക്കോ? രാവിലെ തന്നെ ചന്ദ്രക്കുറിയൊക്കെ തൊട്ട് നീ ആര്? ഇതാ പഴയ അഖി തന്നെയാണോ? എടാ സത്യം പറയടാ, നീ അവിടെ വായി നോക്കാൻ വേണ്ടി പോയതല്ലേ? അതെ, ആണെങ്കിൽ തന്നെ നിനക്കിപ്പോ എന്താ? എനിക്കെന്ത്? എല്ലാം ശരി, ഈ വീട്ടിൽ തന്നെയാണല്ലോ നീ കൊണ്ടുവരാൻ പോകുന്നത്. എന്റെ നാത്തൂനാവുമ്പോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലേ? ലോ സ്റ്റാൻഡേർഡിനൊന്നും ഞാൻ ആളെ കൊണ്ടുവരാറില്ല. അതിക്കും മേലെ ഞാൻ നോക്കാറുള്ളൂ. പോടാ പട്ടി. പട്ടിയല്ലടി, കുറുക്കൻ. നീ പോടാ. കുഞ്ഞാവേ സോറിടി, നീ എന്നോട് ക്ഷമിക്കില്ലേ? ക്ഷമിക്കാൻ നീ എന്ത് കുറ്റാടാ ചെയ്തത് അഖി? ചെയ്തില്ലേ? ഇത്രയും വർഷം നീ വേദനിച്ചതിൽ ഒരു കാര്യം ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞിരുന്നതിനല്ലേ? അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അഖി, സ്നേഹമുള്ളിടത്തെ പരിഭവങ്ങൾ ഉണ്ടാവും. അതൊരു പരിഭവം മാത്രമായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലെ നമ്മൾ സംസാരിക്കാൻ എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ നിന്റെ മൗനത്തെക്കാൾ എന്നെ വേദനിപ്പിച്ചത് അന്ന് നീ എനിക്ക് തന്ന ആ വാക്കുകളായിരുന്നു. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു സൗഹൃദത്തിനപ്പുറം നിനക്ക് തോന്നിയതിൽ ഞാൻ ഇന്നും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിൽ മാത്രമാണ് എനിക്ക് വിഷമവും. അത് പറയുമ്പോ എന്റെ ഉള്ളിലുണ്ടായ ആ വേദന മരണത്തെക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. അന്ന് ഞാൻ സ്വന്തമായി എന്നെ പഴിച്ചതിന് കണക്കില്ലായിരുന്നു. കാരണം ഒരിക്കലും നീ എന്ന സുഹൃത്തിനെ അതിലുപരി വേറൊരു വികാരത്തോടെ കാണാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അഴക, നിനക്കറിയോ, നിന്നെ സുരക്ഷിതമാക്കണം എന്ന് മാത്രമായിരുന്നു അന്ന് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ചിന്ത. അന്ന് നിന്നെ എന്റെ അടുക്കുന്ന് മാറ്റി നിർത്താൻ വേണ്ടി വേറെ ഒരു വഴി ഞാൻ കണ്ടില്ല. വേറെ എന്തു പറഞ്ഞാലും നീ മാറി നിൽക്കില്ല എന്നും എനിക്ക് ഉറപ്പായിരുന്നു. ഈ ഒരു കാരണം വെച്ച് നീ എന്റെ അടുത്ത് അടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തിരിച്ചും എനിക്ക് നിന്റെ അടുത്ത് അതുപോലെ നിൽക്കാൻ പറ്റുമായിരുന്നു. കാരണം ഒരു തിന്മയ്ക്കും നിന്നെ വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കണ്ടതു മുതൽ നീ എന്റെ കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ ഒരിക്കലും അതൊരു പ്രണയത്താലോ അല്ലെ വേറൊരു ചിന്തകളാലോ അല്ല. എന്റെ ഏട്ടന്റെ ഭാര്യയെ എന്റെ സുഹൃത്തായി എന്നും എന്റെ കൂടെ വേണമെന്ന്. അതെ, നിങ്ങൾ പ്രണയിക്കുന്നതിന് മുന്നേ തന്നെ എന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, നീ എന്റെ ഋഷിയേട്ടനുള്ളതാണെന്ന്. കാരണം നിന്നേക്കാൾ എന്റെ ഋഷിയേട്ടനെ യോജിച്ച ഒരു പെൺകുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല.
നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാത്ത പോയ ആ ഒരു പ്രണയത്തെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മയും പറഞ്ഞതായിരുന്നു. പലപ്പോഴും ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഒരു ദിവസം ഞാൻ ജയിലിൽ പോയെന്ന് എനിക്ക് ഉറപ്പാ. അതിനിടയിലേക്ക് നിന്നെ കയറ്റാൻ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, നീ ഞാനും പഴയതുപോലെ സൗഹൃദത്തിലാണെന്നറിഞ്ഞ നീ ഒരിക്കലും എനിക്ക് മോശം വരാൻ വേണ്ടി നിൽക്കില്ല. മാത്രമല്ല, ആ കൊലപാതകം കണ്ടത് നീയും ഞാനും മാത്രമായിരുന്നു. നീ സത്യങ്ങൾ വിളിച്ചു പറയുന്നു, പിന്നീട് അത് നിന്നെ തന്നെ വേട്ടയാടുമെന്നും എനിക്കറിയായിരുന്നു. അതുകൊണ്ടായിരുന്നു ആർക്കും ഒന്നും വരാതെ ഞാനല്ല ഏറ്റെടുത്തത്. എന്നെ സ്നേഹിക്കുന്നവർ, ഞാൻ സ്നേഹിക്കുന്നവർ വേദനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യായിരുന്നു. ശരിയാ, കുറെ വേദന ഞാനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറ്റം ഞാൻ ഏറ്റെടുത്ത പകുതിയും കുറയുമായിരുന്നു. അത് മാത്രമായിരുന്നു എന്റെ ചിന്തയിൽ. എന്തായാലും എല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോ എന്തോ ഒരു ആശ്വാസം. ഇനി പഴയതുപോലെ നിങ്ങളുടെ ഒക്കെ അങ്കിയായി എനിക്ക് ജീവിക്കണം. നിന്റെ കുറുക്കനായും എന്റെ കുഞ്ഞാവിയായിട്ടും നമുക്ക് ഇനിയും നടക്കണം. ഇനി കോളേജിലല്ല, ഇവിടെ. അഖി, നീ ഒരു സുഹൃത്ത് മാത്രമല്ല, നല്ലൊരു മകനും നല്ലൊരു സഹോദരനും കൂടെയാണെന്നും കൂടി തെളിയിച്ചു. നിന്നെ പരിചയപ്പെട്ടത്, നിന്നെ സുഹൃത്താക്കിയതും ഈ ജന്മം ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യം. ചിലപ്പോ നിന്നെ പോലെ ഒരു സുഹൃത്തിന് വേണ്ടിയായിരിക്കും ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നതും വേറെ ഒരാൾക്കും ആ സ്ഥാനം കൊടുക്കാഞ്ഞതും. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ ദിവസങ്ങളാ, അല്ലേ? പിന്നല്ലാതെ അത് പറയാനുണ്ടോ? അതൊക്കെ ശരി. അല്ലടി, എനിക്ക് വല്ല പ്രൊമോഷനും ചാൻസ് ഉണ്ടോ? പ്രമോഷനോ? എന്ത് പ്രമോഷൻ? അല്ല, വല്ല ചെറിയച്ഛൻ പോസ്റ്റും. ആ, 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 ആ. നീ വന്നേ വന്നേ വന്നേ, വാ, ഫുഡ് കഴിക്കാനേ അമ്മ വിളിക്കുന്നുണ്ട്. അവിടെ എല്ലാരും വെയിറ്റിംഗ് ആ. ഓ, വലിയ ഡിമാൻഡ്. എന്നാവോ? ഓ, ആരും വരുന്നില്ലേ ഭക്ഷണം കഴിക്കാൻ? എത്ര നേരായി ഞാൻ വിളിക്കുന്നു. അല്ല പാറുവമ്മേ, ഇവിടുത്തെ കളക്ടർ ഉദ്യോഗസ്ഥൻ ഒരു മീറ്റിംഗ് എന്നും പറഞ്ഞ് ദേ ആ റൂമിൽ പോയി ഇരുന്നിട്ട് ഒരുപാട് നേരായി. 10 മിനിറ്റ് എന്നും പറഞ്ഞ് പോയതാ. എടി, അവൻ കളക്ടർ അല്ലേ, കാണും അതിൻ്റെതായ തിരക്ക്. എന്നാൽ നീ പോയി നോക്കിയിട്ട് വാ. ഞാനേ ആദ്യം മോനെ വിളിച്ചിട്ട് വരാം. നിങ്ങളെ ഫുഡ് കഴിക്കാനിരിക്കും. ഇങ്ങനെ കാണുന്നില്ല, എവിടെ പോയി? അല്ലാത്ത തിരക്ക് തന്നെ. ഇനി ഗുരുവായൂരപ്പ, ഇങ്ങനെയാണല്ലോ ഞാൻ കെട്ടാൻ പോകുന്നത്. ആദ്യേട്ടാ, 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 നിങ്ങൾ എന്താ വിളിച്ചിരിക്കുകയാണോ? പൂച്ചക്കുട്ടി വേണ്ടാതിരിക്കണേ. ആദ്യേട്ടാ, ആരേലും വരൂ. ഇനി നിന്റെ ഗുരുവായൂരപ്പൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. ആദ്യേട്ടാ, എത്ര കാലായി നിന്നിങ്ങനെ അടുത്തോട്ട് കിട്ടിയിട്ട്, എന്നിട്ട് ഞാൻ നിന്നെ വിടണമെന്നാണോ നീ പറയുന്നത്? നടക്കില്ല മോളെ. അടുത്തോട്ട് വരരുത്, അടുത്തോട്ട് വരരുത്. ഞാനല്ലാതെ നിന്റെ മറ്റാ വരോടി അടുത്തേക്ക്. കിങ്ങിണി ആദി. ഓഹോ, അപ്പോ ഇതായിരുന്നില്ലേ മീറ്റിംഗ്? ഈ മീറ്റിംഗിനുള്ള റിസൾട്ട് ഞാൻ തന്നെ തരാം. രണ്ടും വാ 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 വാ, വേഗം വാ. എന്റെ ഗുരുവായൂരപ്പ, ഈ പാറുമ്പോ ഇനി എന്താ ചെയ്യാൻ പോലെ എന്തോ. എന്തിനാണ് നീ അങ്ങനെ വിളിക്കുന്നത്? വാ വാ വാ, ഇനി പാറുമ്പോ തന്നെ എല്ലാം തീരുമാനിക്കും. എല്ലാരോടും ഒരു കാര്യം, വൈകിട്ട് പുറത്തൊക്കെ പോയിട്ട് രാത്രി ഇവിടെ വന്ന് തന്നെ ഭക്ഷണം കഴിക്കണം.
ഞാൻ എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പുറത്തുനിന്നോ മറ്റോ കഴിച്ചാൽ. എന്റെ പൊന്നമ്മേ, അമ്മക്കല്ലേ വയ്യാത്തത്? എന്താ അമ്മ ഇങ്ങനെ? ആർക്ക് വയ്യാത്തത്? എനിക്കോ? ഈ പാർവതിക്കോ? നിനക്ക് തെറ്റി മോനെ ഋഷി. നിനക്ക് വേണേ ഞാൻ എന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് മുഴുവൻ കാണിച്ചുതരാം. എനിക്ക് ഒരു അസുഖവും ഇല്ല. മോനെ ആദി, നീ ആ ഫ്ലാഷ് ബാക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഫ്ലാഷ് ബാക്കോ? എന്ത് ഫ്ലാഷ് ബാക്ക്? അസുഖത്തിന് ഇനി ഫ്ലാഷ് ബാക്കോ? പറയണോ പറമ്മേ? എടാ ഋഷി, വധിക്കരുത് പ്ലീസ്. പറയടാ, നിന്നെ വധിക്കണോ വേണ്ടോന്ന് എന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം. സുഭാഷ്, അപ്പോ മരണം ഉറപ്പായി. പറയാം, എല്ലാം പറയാം. നിന്റെ കേസ് അന്വേഷണത്തിനിടയിൽ ഞാനും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ കേസിനെ പറ്റി. എങ്ങനെയെല്ലാം നിന്നെ സഹായിക്കാം എന്നായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആര്, എന്ത്, എങ്ങനെ ഒന്നും എനിക്കറിയില്ല. നമ്മൾ കണ്ടെത്തിയ തെളിവുകളും നിന്റെ കോടതിയിലെ പല വിസ്താരത്തിലൂടെയും ജെയ്സൺ കൂട്ടുപ്രതിയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. പക്ഷേ അതെങ്ങനെ തെളിയിക്കണമെന്ന് മാത്രം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാനും രാഹുലും കോർട്ടിലേക്ക് വരുന്നവൻ. ഓഹ്, ഇനി ഇത് കഴിഞ്ഞു വേണം എനിക്ക് അടുത്ത മീറ്റിങ്ങിന് പോവാൻ. എന്താണോ ജീവിതം എന്താണെന്ന് പോലും ഞാൻ അറിയുന്നില്ല രാഹുലി. അത് നീ ഇപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? നീ ഇത് ആഗ്രഹിച്ചു വാങ്ങിയതല്ലേ, ഇനി നീ എല്ലാം അനുഭവിക്കും. എടാ, ഞാൻ എന്റെ പുതിയ ഷർട്ടും പാന്റും ഇവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനതേ വാങ്ങിയിട്ട് വരാം, നീ ഇവിടെ ഇരിക്കെ. ഇതേതാ ഫോൺ? ഇതെന്തായാലും രാഹുലിന്റെ അല്ല. പിന്നെ ഇതാരുടെയാ? എന്തോ ആ ഫോൺ എന്റെ മനസ്സിലൊരു സംശയം ഉണ്ടാക്കി. ഞാൻ അതെടുത്തു നോക്കി. ആ നമ്പർ കണ്ടതും എനിക്കെവിടെയോ പരിചയമുള്ളതുപോലെ തോന്നി. പിന്നീട് നിരന്തരമായി വന്ന മെസ്സേജുകളും ഞാനൊന്ന് ശ്രദ്ധിച്ചു. വാട്സാപ്പിൽ വന്ന മെസ്സേജിന്റെ DP എനിക്കെവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ തോന്നി. വെയിറ്റ്, നീ പറയുന്ന നമ്പർ അന്ന് ഇവളുടെ വീട്ടിൽ ഞാൻ പോയപ്പോ ആ ബുക്ക് വെക്കുന്ന സമയത്ത് അതല്ലേ? അത് തന്നെ ഋഷിയേട്ടാ. അന്ന് ഞാൻ ഋഷിയേട്ടനെ ആ റൂമിലേക്ക് വിട്ടതും അതിനായിരുന്നു. എനിക്കറിയായിരുന്നു ഋഷിയേട്ടന് എന്തേലും തെളിവ് അവിടുന്ന് കിട്ടാണ്ടിരിക്കില്ല. അതുകൊണ്ടായിരുന്നു അന്ന് എനിക്ക് പെട്ടെന്ന് കോളേജിൽ പോണെന്ന് പറഞ്ഞ് ഞാൻ ഋഷിയേട്ടനെ റൂമിലേക്ക് അയച്ചത്. റൂമിലുണ്ടെന്നും പ്രത്യേകിച്ച് പറഞ്ഞതും റൂമിൽ തന്നെ ബുക്ക് വെക്കണമെന്നും പ്രത്യേകമായി പറഞ്ഞതും. എന്റെ അനിയത്തി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യായിരുന്നു. ഞാൻ ആദ്യേട്ടനോട് മുന്നേ പറഞ്ഞതാ, ഇവൾക്ക് വരുന്ന കോളും മെസ്സേജും ഇവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്നും. അതാണ് ഇവളുടെ ആ മാറ്റത്തിന് കാരണമെന്നും എനിക്ക് മനസ്സിലായതാ. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആദ്യേട്ടനോട് പറഞ്ഞത്. അതെ, അത് തന്നെയാണ് എന്നെ സഹായിച്ചത്. അങ്ങനെ രാഹുൽ തിരിച്ചു കയറിയപ്പോ, എടാ രാഹുലേ, ഇതാരുടെയാണ് ഫോൺ? ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ടായി. ഓ, ആ, ഈ ഫോൺ അത് ഇന്നലെ എന്നെ കൊണ്ടുവിട്ട ഒരു പോലീസ് ഓഫീസറുടെ ആയിരുന്നു. എന്നെ ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് അയാളായിരുന്നു. അപ്പോ അയാളുടെ ഫോണ് ഇതിനകത്ത് വെച്ച് മറന്നുപോയെന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അയാളുടെ ഭാര്യയായിരിക്കും. ഇനിയിപ്പോ ഞാൻ ഓഫീസിൽ പോകുമ്പോ കൊടുക്കാന്ന് പറഞ്ഞു. എടാ, ഇതേ നോക്ക്, അളകെ അമ്മയ്ക്ക്. ആഹാ, എന്നാ നീ വണ്ടി നിർത്തേ. ഹലോ, രണ്ടും കൂടെ എങ്ങോട്ടാ? കോളേജിലോട്ടായിരിക്കും. അല്ല, ഒരു കല്യാണത്തിന് പോവാ. എന്തി? ഓ, വലിയ തമാശ കഴിഞ്ഞു. ഹലോ അമേക്ക,
ഞാനും കൂടെ ഉണ്ട് കേട്ടോ. രാഹുലേട്ടാ, രാഹുലേട്ടൻ വരുംതോറും സൗന്ദര്യം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും യു ലുക്ക് സോ ഹാൻസം. താങ്ക് യു. നിന്റെ ചെക്കനും ഒട്ടും കുറവല്ലല്ലോ. ഓ, ഐ ഡോണ്ട് തിങ്ക് സോ. അന്ന് അളകയുടെ മുഖത്തുള്ള ആ മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. എന്തിനോ കണ്ട് ഭയന്നതുപോലെ എനിക്ക് തോന്നി. എന്നിലെ സംശയം വീണ്ടും കൂടി. ആ സംശയത്തെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. മേഘ, നീ ഒന്ന് ഇങ്ങോട്ട് വാ. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് വാടി. എനിക്ക് എവിടെയും വരാനൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നതാണ് പറഞ്ഞാൽ മതി. എടാ രാഹുലെ, ഒന്ന് പറയടേ ഇവിടെ അടുത്ത്. ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനല്ലേ. പ്ലീസ് ഡാ. അമേക, എടി ഒന്ന്, ഞാൻ അളകൊക്കെ കമ്പനി കൊടുക്കാം. നീ അവളെ ഓർത്താ പേടിക്കുന്നെങ്കി അത് നീ നോക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ഒന്ന് പോടി. ഓ ശരി ശരി, ഒന്ന് വാ എന്റെ മനുഷ്യ. യുനോ അളക, യോ മൈൻഡ്. അതിനിയും പറഞ്ഞു പറഞ്ഞ് വെറുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ തന്നെ നോക്കൂ, what a coincidence. അതുപോലെ ആദ്യമായിട്ട് എനിക്കൊരു സാഹചര്യം ഒരുക്കി തന്നു. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾവേസ്. അവനത് തെളിയിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് യു ആർ മൈ ലവ്. എന്താ നീ ഒന്നും പറയാത്തത്? ആർ യു സ്കേർഡ് ഓഫ് മീ? വൈ? ഫോർ വാട്ട്? നോ, യു മൈ ബേബി ആക. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് പേടിയാ. എന്റെ അടുത്ത് നിൽക്കണ്ട. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. വീണ്ടും വീണ്ടും നിങ്ങൾ എന്നെ ശല്യം ചെയ്യും. എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്യുവാണെ ഞാൻ മരിക്കും. എനിക്കത് ചെയ്യേണ്ടി വരും. എനിക്ക് ഇനിയും ഇത് താങ്ങിക്കൊണ്ട് പോവാൻ പറ്റില്ല. നീ മരിക്കാനോ? നീ മരിച്ച പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയാ എന്റെ അപ്പുവിനെ ഇല്ലാതാക്കിയത്. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് അളക. Why don't you understand that? നീ മരിച്ച ആദ്യം ഞാൻ കൊല്ലുന്നത് ഋഷഭിനെയായിരിക്കും. വേണ്ട വേണ്ട, ഋഷിനൊന്നും ചെയ്യാൻ പാടില്ല. സത്യമാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇവിടേക്ക് മാറി നിന്നത്. കുറച്ചു സമയത്തേക്കാണെങ്കിൽ പോലും എന്നിലുണ്ടായ സംശയത്തെ ഞാൻ തന്നെ പഠിച്ചിരുന്നു. പക്ഷേ ഇല്ല, ഇനി മാപ്പില്ല. ആർക്കു വേണ്ടിയാണോ ഈ ദ്രോഹങ്ങൾ ചെയ്യുന്നത്, അയാളെ വെച്ച് തന്നെ ഞാനിത് തെളിയിക്കും. ഇവിടെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. പലപ്പോഴും മേഘ അളകെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അളകക്ക് വരുന്ന ഫോൺ കോൾസ്, മെസ്സേജസ് എല്ലാം ഞാൻ ട്രേസ് ചെയ്തു. ഇവളോട് പറയുന്ന ഓരോ വാക്കും അവനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ എനിക്ക് തോന്നിയതാ. പക്ഷേ അവനെ ഇല്ലാണ്ടാക്കേണ്ടത് ഞാനല്ലെന്ന് തോന്നി. അതിന്റെ അവകാശം നിനക്കായിരുന്നു ഋഷി. അതിനുള്ള സ്റ്റെപ്പ് നമ്പർ 1 ആയിരുന്നു രാഹുലിന്റെ ട്രാൻസ്ഫർ. രാഹുലിനെ റീപ്ലേസ് ചെയ്ത് ഞാനായിരുന്നു ആൻഡ്രൂവിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കിയത്. ഞാൻ ആൻഡ്രൂയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൻഡ്രൂ എന്റെ കൂടെ നിന്നു. ഏത് ACP ആൻഡ്രൂ? അതെ അമ്മ, ACP ആൻഡ്രൂ തന്നെ. അവൻ എന്റെ സുഹൃത്തായിരുന്നു. പക്ഷേ രാഹുലിന്റെ ശത്രു. അമ്മ കേട്ടില്ലേ, ശത്രുവിന്റെ ശത്രു മിത്രമെന്ന്. അവൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേസ് ലോ കോളേജ് മുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ലോ കോളേജിൽ അന്വേഷിച്ചപ്പോഴും
വന്ന പേര് അഖിന്റേതായിരുന്നു. അടുത്തത് രാഹുലിന്റെ ഫോണായിരുന്നു. രാഹുലിന്റെ ഫോണും ആൻഡ്രു നൈസായി ട്രേസ് ചെയ്തു. അങ്ങനെ രാഹുലും ജെയ്സണും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്ന് അവന് മനസ്സിലായി. ഇതുകൊണ്ട് അവനും കൂടെ ഉപകാരം ഉണ്ടായി. ജെയ്സന്റെ സ്ഥാപനത്തിലെ എല്ലാ ഡ്രഗ്സ് എക്സ്പോർട്ടിങ്ങും അവൻ പൊക്കി. കൊള്ളാലോ ഈ പോലീസുകാരൻ. സ്റ്റെപ്പ് നമ്പർ 3, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. അതെ, രാഹുലിനെ പൂട്ടാൻ എനിക്ക് അളവ് തന്നെ ആവശ്യമായിരുന്നു. ഞാനല്ല, ഋഷി പൂട്ടാൻ. അതിന് ആദ്യം അളക എന്നോട് 4 വർഷം മുന്നേ പറഞ്ഞ ആ പ്രണയം ഇപ്പോഴും അവളുടെ ഉള്ളിൽ ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയണമായിരുന്നു. അത് പോവില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നാലും തീർച്ചപ്പെടുത്താനായി ഞാൻ എന്റെ മേഘയെ ഏൽപ്പിച്ചു. എന്റെ മേഘ എന്നെ അതുപോലെ സഹായിച്ചു. അളകയുടെ ചിത്രങ്ങളും രാത്രിയിലെ നിലാവിനോടുള്ള സംസാരവും 3 വർഷത്തിന് ശേഷം ഋഷിയെ കണ്ടെന്നുള്ള അവളുടെ മാറ്റവും എല്ലാം മേഘ എനിക്ക് പറഞ്ഞു തന്നു. അതോടെ എനിക്ക് മനസ്സിലായി അളകയ്ക്കിന്നും ഋഷി എത്രയും പ്രിയപ്പെട്ടതാണെന്ന്. രാഹുലിന്റെ അടുത്തുള്ള ആ ഫോൺ കോളുകളിലൂടെയും അത് മനസ്സിലായി. ഇനി അടുത്തത് ഋഷി. ഋഷിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു വികാരമുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. അതിലെനിക്ക് സംശയം ഗാഥയായിരുന്നു. ഗാഥയോ? അതേതാ പുതിയൊരു അവതാരം? ആ അവതാരം പുതിയതൊന്നല്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന അവതാരം തന്നെയാ. അതിനെ ഒന്ന് പുതുക്കിയതാ എന്റെ കെട്ടിയോൻ. കുറച്ച് മാധവിക്കുട്ടി പ്രാന്ത് കയറിയതാ, വേറെ ഒന്നുമല്ല. വെറുതെ മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി. ചില സമയത്ത് എന്റെ ഋഷി വെറും പാവാൻ. അന്ന് 3 വർഷത്തിന് ശേഷം അളകയെ കണ്ട ആ സന്തോഷവും ഇവരുടെ ഇടയിലുണ്ടായ ആ ആക്സിഡന്റിനെ പറ്റിയും ഇവൻ വാതോരാതെ സംസാരിച്ചപ്പോൾ തന്നെ ഇവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വികാരത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇതുവരെ ആരും കാണാത്ത ആ ഗാഥയെ പറ്റി ഒരുപാട് ആലോചിക്കാൻ ഞാൻ നിന്നില്ല. കാരണം എന്റെ മുന്നിൽ സമയം വളരെ കുറവായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ പാറോമ്മയെ കാണാൻ പോയി. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പാറോമ്മയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞത് പ്രകാരമായിരുന്നു എന്റെ പാറോമ്മ നന്നായി അഭിനയിച്ചത്. അങ്ങനെ നെഞ്ചുവേന അഭിനയിച്ചതും ഡോക്ടർ എലിസബത്തിന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയതും ഡോക്ടർ എലിസബത്ത് ഹാർട്ടിന് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞതും എല്ലാം നമ്മുടെ പ്ലാനിന്റെ ഒരു ഭാഗമായിരുന്നു. ഈ കേസിന് വേണ്ടി എലിസബത്ത് എങ്ങനെ സഹായിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി അളകയുടെ വീട്ടുകാർ. ഞാൻ അച്ഛനെ കണ്ട് സംസാരിച്ചു. എനിക്കറിയായിരുന്നു അച്ഛന്റെ വാവയ്ക്ക് വേണ്ടി അച്ഛൻ എന്തിനും തയ്യാറാവുമെന്ന്. പിന്നെയുള്ളത് നമ്മുടെ ഡോക്ടർ അമ്മ. അത് നമ്മുടെ മേഘ കൈകാര്യം ചെയ്തു. അങ്ങനെ നിങ്ങളുടെ കല്യാണം കൊണ്ട് രാഹുലിന്റെ ആദ്യത്തെ കണക്കൂട്ടുകൾ ഞാൻ തെറ്റിച്ചു. നിന്റെ അടുത്ത് മാത്രമേ അളക ഇത്രയധികം സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് തന്നെയായിരുന്നു നിന്റെ കയ്യിലേക്ക് അളകയെ ഏൽപ്പിച്ചത്. ഇതുവരെ എത്തുക എന്നായിരുന്നു എന്റെ ഡ്യൂട്ടി. അത് ഞാൻ ചെയ്തു. ബാക്കി നിന്റെ അടുത്ത് എന്തായാലും എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അടുത്തത് അഗിയായിരുന്നു. അഗിയെ ഞാൻ ഒരു ദിവസം പുറത്തു പോകുന്ന വഴി കണ്ടു. അത് അഗിയല്ലേ? ഇവനെന്താ അവിടെ? ഞാൻ അവനെ പിന്തുടർന്നു. അഗി, ആദ്യേട്ടൻ എന്താ ഇവിടെ? എന്തേ എനിക്കിവിടെ വന്നൂടെ? ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയണം. റോഹന്റെ മരണത്തിന് നിനക്ക് എന്ത് പങ്കാണുള്ളത്? പറ. എനിക്കൊന്നും അറിയില്ല. ആ ഒരൊറ്റ അടിയിൽ തന്നെ അവൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഇതുവരെ ആരും അറിയില്ലെന്ന് ഞാൻ അവന് ഉറപ്പു നൽകി. പക്ഷെ ഇവനും അറിയില്ലായിരുന്നു ACP ആൻഡ്രു എന്റെ ഫ്രണ്ടാണെന്ന്. അവന്റെ അന്വേഷണത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു അവസാനം അത് അഗിയിലേക്ക് എത്തുന്നു. അത് തന്നെയായിരുന്നു രാഹുലിന്റെ കണക്കൂട്ടൽ. എന്തു വന്നാലും രാഹുൽ കുടുങ്ങില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. കാരണം അവസാനം അതെത്തുക അഗിയിലും അഗി അത് ഏറ്റെടുക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. ഇവനെ പോലീസ് പൊക്കിയ എന്തായാലും രാഹുൽ കാര്യങ്ങൾ ഏൽപ്പിച്ച ജെയ്സൺ അത് അന്വേഷിക്കണം. അതുകൊണ്ട് തന്നെയായിരുന്നു ഇവനെന്ന്
പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ജെയ്സനെ വിളിച്ചതും എല്ലാ കാര്യങ്ങളും ഒന്ന് റീവൈൻഡ് ചെയ്യിപ്പിച്ചതും. അങ്ങനെ ആ ട്രേസ് ചെയ്ത നമ്പറിലൂടെയും ആൻഡ്രൂ ആ കാര്യങ്ങൾ പൊക്കി. ഇത്രയും ഞാൻ ചെയ്തു. കോർട്ടിൽ എന്ത് സംഭവിക്കുന്നു ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്തു വന്നാലും അഗീനെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ചതാ. അവിടെ എന്നെ ഞെട്ടിച്ചത് നീയായിരുന്നു. അളകിനെ നേരിട്ട് കോർട്ടിലെത്തിച്ച്. ഇത്രയും സഹായിച്ചിട്ട് ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനും നീയും എന്ത് സുഹൃത്തുക്കളാണോ? ശരിയാ, നീ എന്നെ അളകെ ഏൽപ്പിച്ചത് തന്നെയാണ് നീ ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഇവളിൽ വരുന്ന ഫോൺ കോൾസും മെസ്സേജസും ഞാൻ ഇവളറിയാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ ചെയ്തതുപോലെ ഞാനും ഒന്ന് ട്രേസ് ചെയ്തു ആ നമ്പർ തന്നെ. പക്ഷേ അത് ആരാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അതിനെന്നെ സഹായിച്ചത് ഇവളുടെ ആ ഡയറി എഴുത്ത് തന്നെയായിരുന്നു. എഴുത്തല്ല, വരക്കൽ. ഇവളറിയാതെ ഇവളുടെ വീട്ടിലെ ഇവളുടെ കബഡിന്റെ താക്കോൽ ഞാൻ ഇവളെടുക്കുന്ന തന്നെ പൂക്കി. എന്നിട്ട് ഇവളുടെ വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കേണ്ട പേരിൽ ഞാൻ ആ ഡയറി കണ്ടുപിടിച്ചു. അവസാനം ആ ഡയറിയിൽ കണ്ട മുഖം എന്നെ ഞെട്ടിച്ചു. രാഹുൽ ഇവളെ വിളിച്ച് ഇവളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ പോവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അന്ന് അവൻ ഭീഷണിപ്പെടുത്തിയത് അമേഘയെ വെച്ചായിരുന്നു. അതുകൊണ്ട് ഇവൾ എന്തായാലും പോവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇവളെ പിന്തുടർന്ന് ഞാനും അവിടെ എത്തിയിരുന്നു. അന്ന് അവനെ അവിടെ വെച്ച് ഇല്ലാതാക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ എന്റെ റോഹന് ഞാൻ നീതി വാങ്ങിക്കൊടുക്കുകയില്ല. എന്നെ അവിടെ കണ്ട് ഞെട്ടിയ ഇവൾ വീട്ടിലെത്തിയപ്പോ എന്നോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലാ ധൈര്യവും ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തു. അഗിക്ക് റോഹനോടുള്ള ആ ദേഷ്യം വെറും ഒരു ജലസായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം ചെറുപ്പം മുതൽ ഞാൻ രണ്ടുപേരെയും കാണുന്നതാണ്. ഋഷിയുടെ അമിതമായ വാത്സല്യം റോഹനെടുത്ത്. അത് മാത്രമായിരുന്നു അഗിയിലെ ചെറിയൊരു കുശുമിന്റെ കാര്യം. അല്ലടാഗി, സത്യം. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു തമാശ മാത്രമായിരുന്നു. ഹോ, എന്തൊക്കെ ഇവിടെ നടന്നത്. പക്ഷേ ഞാനും രൂപയും ഒന്നും അറിഞ്ഞില്ല. സത്യം. എന്നാലും ദേവേട്ട, നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ? എടി കിങ്ങിണി. ഇത് മുഴുവൻ താങ്ങാനുള്ള ശക്തി നിനക്കില്ലെന്ന് എനിക്കറിയായിരുന്നു ഹോബി. ഓ മതി മതി, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോ എല്ലാം ശരിയായി. എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്റെ അഗിയായിരുന്നു. ഒരുപാട് സഹിച്ചു എന്റെ മോൻ. അമ്മ പറഞ്ഞത് ശരിയാ അഗി, നീ എന്റെ അനിയൻ തന്നെ. അത് നീ പറഞ്ഞത് ശരിയാ. ഇവനാളൊരു ഗജരാജ കില്ലാടി തന്നെ. മോനെ മോനെ ഗിരിരാജ, എന്റെ ലീലാവിലാസങ്ങൾ ഞാനിവിടെ പറയട്ടെ. എന്റെ ഗുരുവായൂരപ്പ, പാറമ്മ ഇപ്പൊ എല്ലാം പറയും. അയ്യേ, എല്ലാവരുടെ മുന്നിൽ ഞാനിപ്പൊ നാറും. എന്ത് ലീലാവിലാസം പാറോമേ? ദേ ഹോബി, ദേവ, ഞാൻ കാര്യം പറയേണ്ടത് പറയാം. രണ്ടിനി കെട്ടിക്കണ്ട സമയം കഴിഞ്ഞു. നിങ്ങളിത് ആരെ കാത്തു നിൽക്കുക? എനിക്കൊരു എതിർപ്പുമില്ല. ഇവര് തന്നെയാ കെട്ടാതെ നിൽക്കുന്നേ. എപ്പ കെട്ടിക്കാന് ഞങ്ങൾ റെഡിയാ. അല്ലേടി ഹോബി? പിന്നല്ലാതെ, ഞാനെപ്പോഴേ റെഡി. അത് ഒരതുമില്ല. ഇനി നിങ്ങൾ മിണ്ടാൻ പാടില്ല. അതി, നിനക്ക് എപ്പോഴാ സമയം പറയും. നീ എപ്പോ ഫ്രീ ആണോ അന്ന് നിന്നെ കെട്ടിക്കും. അതിപ്പോ നാളെയാണെങ്കിൽ പോലും. ഒരു 2 മാസത്തെ സമയം എനിക്ക് വേണം. 2 മാസം ഞാൻ ഒരുപാട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. തീർക്കാനേ ഒരുപാട് പണിയുണ്ട്. 2 മാസത്തിന് ശേഷം നിങ്ങൾ തന്നെ ഒരു ഡേറ്റ് കണ്ടുപിടിക്കും. ഞാൻ ലീവ് പറയാം. ശരി, അതിനുശേഷം ഞാനൊരു ഡേറ്റ് പറയും. നാളെ തന്നെ ഞാൻ ജോത്സ്യന്റെ അടുത്ത് പോകും. ഈ കല്യാണം ഞാൻ നടത്തും. പക്ഷെ 1 കണ്ടീഷൻ. എനിക്കും ഇവൾക്കും ഈ ആഡംബരമായിട്ടുള്ള കല്യാണത്തിനൊന്നും ഒരു താല്പര്യമില്ല. പറ്റുവാണെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് വരുന്നതാണ് ഞങ്ങൾക്ക് സൗകര്യം. അല്ലേ മേഘ? അതിനോട് ഞാനും യോജിക്കുന്നു. ഇവരുടെ കല്യാണം നടത്തിയതുപോലെയൊന്നും എനിക്ക് വയ്യ.
ചെറിയ രീതിയിൽ മതി. അത് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടാണെങ്കിൽ അത്രയും സുഖം. രജിസ്റ്റർ ഓഫീസിൽ പോകുന്നത് അത് വേണ്ട. നാഴികക്ക് 40 വട്ടവും ഗുരുവായൂരപ്പനെ വിളിച്ച് ശല്യം ചെയ്യുന്ന നിന്നെ ആ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് കെട്ടിച്ചാലോ? ദാറ്റ്സ് ഇറ്റ്. അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഞാൻ എന്റെ ഭാര്യയോട് യോജിക്കുന്നു. ശരിയാ, എന്നാ ഗുരുവായൂരിൽ വെച്ച് തന്നെ നമുക്ക് കെട്ട് നടത്താം. ഞാൻ നാളെ തന്നെ പോയി ഡേറ്റ് കാണാം. അപ്പോ പറഞ്ഞതുപോലെ ഇനി എല്ലാരും ഫുഡ് കഴിച്ചോളൂ. ഋഷിയേട്ടന്റെ ഇഷ്ടം പോലെ ആ കഴുകൻ എന്റെ മേലെ സ്ഥാപിച്ച എല്ലാ അധികാരത്തെയും ഇതുകൊണ്ട് മായ്ച്ചു കളയണം. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा। हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा। तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो। चैन भी मेरा दर्द भी मेरी आशिकी, अब तुम ही हो। तेरा मेरा रिश्ता है कैसा, एक
पल दूर गवारा नहीं, तेरे लिए हर रोज है जीते, तुझको दिया मेरा वक्त सभी, कोई लम्हा मेरा ना हो तेरे बिना, हर सांस पे नाम तेरा। അഴക, എടോ അഴക, നീ എന്താ എഴുന്നേക്കാത്തെ? അഴക, ഇത്ര പെട്ടെന്ന് രാവിലെയോ? ഇതെന്ത് കഥ? നീ പെട്ടെന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആവും നോക്ക്. കുറച്ചു കഴിഞ്ഞാ എല്ലാവരും ഇവിടെ എത്തും. ഇന്ന് വൈകിട്ട് നമുക്ക് പോകണ്ടേ ഇവിടുന്ന്? എവിടെ പോവാം? എനിക്ക് ഒന്ന് കോട്ട് വരെ പോയിട്ടുണ്ട്. ഒരര മണിക്കൂർ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. നീ വേഗം എഴുന്നേക്കാൻ നോക്കും. ശരി. ഋഷിയേട്ടാ, എനിക്ക് ചോക്ലേറ്റ് വേണം. ചോക്ലേറ്റോ? നീ എന്താടി കുഞ്ഞു കുട്ടിയോ? രാവിലെ എഴുന്നേറ്റ പാടെ ചോക്ലേറ്റ് കഴിക്കാൻ? താഴെ പോ, അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വല്ല ഫ്രിഡ്ജിലും നോക്ക്, അകിയോ മറ്റോ വാങ്ങിച്ചു കാണും. ഋഷിയേട്ടാ, കഴിക്കാൻ തോന്നുന്നത് കൊണ്ടല്ലേ? ഈ പെണ്ണ്, നീ താഴേക്ക് വാ. ആ, രണ്ടാളും എത്തിയോ? വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. പെട്ടെന്ന് നോക്ക്, വൈകിട്ട് പോണ്ടതാ. അതിന്റെ ഒരുക്കങ്ങളൊന്നും തീർന്നില്ല. അമ്മേ, എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? നിന്റെ ഫേവറേറ്റ് അപ്പം മുട്ടക്കറിയും. എനിക്കിപ്പോ വേണ്ട, എന്തോ കഴിക്കാൻ തോന്നില്ല. അമ്മ, ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ടോ? ചോക്ലേറ്റോ? എന്തു പറ്റി രാവിലെ തന്നെ? ഇല്ലല്ലോ, ഇന്നലെ ഒന്നുണ്ടായത് അകി എടുത്ത് കഴിക്കുന്നത് കണ്ടു. ഇവനെ കൊണ്ട്. എന്റെ പൊന്നളക, നീ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞാൻ പോയിട്ട് വരുമ്പോ നിനക്ക് വാങ്ങിച്ചോണ്ട് വരാം. അതിന് എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, ഇപ്പൊ കഴിക്കാനാ തോന്നുന്നേ. എനിക്ക് വയ്യ നിന്നോട് വഴക്കിടാൻ വേണ്ടി. നീയേ ഇവിടെ ഇരിക്കും, എനിക്ക് പോണം. അമ്മ, ഇതുകൊണ്ട് വിളമ്പേ. വലിയ കാര്യം. അമ്മേ, കൊടുക്ക്. എനിക്കൊന്നും വയ്യ ഇങ്ങേർക്ക് കൊടുക്കാൻ വേണ്ടി. ഞാൻ പോന്നു. ഇതെന്തു പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. എന്താടി ഋഷി, വഴക്കു പറഞ്ഞു രാവിലെ തന്നെ? അച്ഛൻ പറയും രാവിലെ തന്നെ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുന്നത് ഒരു തെറ്റാണോ? അല്ല, അതിനിപ്പോ ആരാ തെറ്റെന്ന് പറഞ്ഞത്? ഒന്നുമില്ല. ഇവക്കെന്താ പറ്റിയത്? ഋഷിയായിട്ട് വല്ല വഴക്കുമാണ്. പാറുവേ, ഫുഡ് എടുത്തു വെക്കടി. ആ, എല്ലാരും എത്തിയല്ലോ. വാ വാ, വന്ന് കേറ്. അച്ഛാ, എന്താ കൊണ്ടുവന്നേ? ആവേ, ഓ ഇതോ, ഇത് കുറച്ച് പേടയും ലഡുവൊക്കെയാ. ഹോബി വരുന്ന വഴിക്ക് വാങ്ങിയതാ. എവിടെ നോക്കട്ടെ. എന്റെ ഈശ്വര, ഇവക്കൊരു മാറ്റവും ഇല്ലല്ലോ. എടി കുരുത്തം കെട്ടതേ, കെട്ടുവരെ കഴിഞ്ഞല്ലോ, എന്നിട്ട് നിന്റെ കുട്ടികളിക്ക് ഒരു മാറ്റവും ഇല്ല. ഈ രാവിലെ തന്നെ നീ മധുര വലിച്ചേറ്റാൻ പോവാണോ? രാവിലെ ചോക്ലേറ്റ് വേണമെന്നും പറഞ്ഞ് ഋഷിയോട് കുറെ വഴക്കിട്ടു. എന്നാ ഇതാണെങ്കി ഇത് അവള് കഴിക്കട്ടെ. ഒന്നും കഴിച്ചില്ലെന്നേ. എവിടെ? രാവിലെ തന്നെ ആരെങ്കിലും ഇതൊക്കെ വെറും വയറ്റി കഴിക്കൂ? പറഞ്ഞ മനസ്സിലാവരുത്. കിങ്ങിണി, ഡോക്ടറെ വിളിക്ക്. പേടിക്കാനൊന്നുമില്ല. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്, ഷീ ഈസ് പ്രഗ്നന്റ്. ശരിക്കും?
ഉം. ആ, കുറച്ച് ബോഡി വീക്ക് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡും നല്ല റെസ്റ്റും കൊടുത്താൽ മതി. അപ്പൊ ശരി, ഞാനിന്ന് ഇറങ്ങുന്നു. ഞാനേ ഋഷിയെ വിളിച്ച് പറയട്ടെ. ഓ, അവനെ എനിക്കൊന്ന് കാണണം. അമ്മേ, ഇപ്പൊ വേണ്ട, ഋഷിയോട് ഞാൻ പറഞ്ഞോളാം. ആഹാ, എല്ലാരും എത്തിയല്ലോ. അല്ല, അളക എവിടെ? നീ മുകളിലേക്ക് പോയി നോക്ക്, അവൾ അവിടെയുണ്ട്. ദേ, ഒരു കാര്യം പറയാം. ഈ രാവിലെ എഴുന്നേറ്റ് അവളൊരു പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഈ ഒരു ചോക്ലേറ്റും പറഞ്ഞിട്ടോ? എനിക്ക് വയ്യ. നിക്ക്, ഞാൻ പോയി നോക്കട്ടെ. അളക നീ. കൺഗ്രാറ്റുലേഷൻസ് ഹസ്ബൻഡ്. ഓ മൈ ഗോഡ്. അപ്പൊ അതിൻ്റെതായിരുന്നു ഈ രാവിലത്തെ ചോക്ലേറ്റ് പ്രേമം. So, I'm gonna dad. യെസ്, നമ്മുടെ ബേബിക്കായിരുന്നു ചോക്ലേറ്റ്. I love you, Gata. I love you so much. यहाँ वहाँ है तू, मुझ में रवा है तू। यहाँ वहाँ है तू, मुझ में रवा है तू। यहाँ वहाँ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലിയോതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ? തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലിയോതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ? അളകാ, ശ്രദ്ധിച്ചു പോയിട്ടോ കേട്ടോ. എനിക്കിന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാ. അമേക, ശ്രദ്ധിക്കണേ. ഋഷിയേട്ടൻ അതോർത്ത് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഋഷിയേട്ടൻ പോയിട്ട് വാ, ഞാനേ കിങ്ങിണിയുടെ കൂടെ പോവാം. നമ്മുടെ ബേബി വരാറായല്ലോ. നീ ഇവിടെ ഇരിക്കേ, ആ പാർക്കിംഗ് ഏരിയയിലോട്ട് വരണ്ട. ഞാനേ പോയി കാർ എടുത്തിട്ട് വരാം. എന്നെ വിട്, വിട്.
മിസ്സസ് അളകനന്ദ ഋഷഭ്, ഓർമ്മയുണ്ടോ ഈ മുഖം? രാഹുലേട്ടാ, അതെ, രാഹുൽ തന്നെ. എന്താ വിചാരിച്ചത്? നീയും നിന്റെ കെട്ടിയവനും കൂടെ എന്നെ ഇട്ടങ്ങ് പൂട്ടിയ ജീവിതകാലം മുഴുവൻ ഞാൻ അവിടെ കിടക്കുന്നു. സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാ. വേണ്ട, ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്റെ കുഞ്ഞ് രാഹുലേട്ടാ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കും പ്ലീസ്. എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിൽ പ്ലീസ്. നീ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അളക. നോ 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 നോ. നിന്നെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ വിട്ടേനെ. ബട്ട് നിന്റെ കുഞ്ഞ്, അതിനോട് എനിക്ക് എന്ത് മനസ്സലിവ്, അതും ഋഷിയുടെ ചോരയോട്. എവർ എവർ. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടട്ടെ. ഞാൻ ജയിലിൽ പോകുന്നതിന് മുന്നേ തന്നെ ഋഷിയോട് പറഞ്ഞതാ, ഈ കഥയ്ക്ക് ഞാൻ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഇന്നുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാൻ പോവാം. രാഹുലേട്ടാ, വേണ്ട വേണ്ട.